ഞാൻ കന്യാകുമാരിയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. റോഡ് ട്രിപ്പാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പൊങ്കൽ കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യലാണ് എൻ്റെ ഒരു രീതി. ഏകദേശം നാഗർകോവിൽ എത്താറായപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. താമര കൃഷിയാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും താമര പൂവിൻ്റെ കൃഷിയാണ്. ഒരുപാട് ഏരിയ അങ്ങനെയുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് തന്നെ പറ്റുന്നിടത്തെല്ലാം ഇറങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ. കന്യാകുമാരിയിൽ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് വിവേകാനന്ദ കേന്ദ്രയിലാണ്. 15 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് ഞാൻ കന്യാകുമാരിയിൽ പോകുന്നത്. അന്നും ഞാൻ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത്. വിവേകാനന്ദപുരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒരുപാട് ഏരിയയിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് വളരെ പീസ്ഫുള്ളായിട്ടും കാമായിട്ടും നിലകൊള്ളുന്ന ഒരു ക്യാമ്പസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനായിട്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വരുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണല്ലോ കന്യാകുമാരി. അതുകൊണ്ട് തന്നെ ഒരു ഒട്ടും ബ്രീതിങ് സ്പേസ് ഇല്ലാത്ത രീതിയിൽ ക്രൗഡഡ് ആയി പോയ ഒരു സ്ഥലമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ബട്ട് വിവേകാനന്ദ കേന്ദ്രയിൽ മൊത്തം സമാധാനമാണ്. ആ ഒരു തിക്കും തിരക്കും ഒന്നും ഇല്ലാണ്ട് ഒരു സ്ലോ ആൻഡ് മൈൻഡ്ഫുൾ ലിവിങ്ങിന് പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് കന്യാകുമാരി സൺസെറ്റ് പോയിന്റിലേക്ക് വിവേകാനന്ദ കേന്ദ്രയുടെ തന്നെ ഫ്രീ ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് റിട്ടേൺ കേന്ദ്രയിലേക്കും ഉള്ള ബസ്സിൻ്റെ ടൈമിങ്സൊക്കെ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്കും വോളണ്ടിയേഴ്സിനും പിന്നെ വിസിറ്റേഴ്സിനും ഒക്കെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം. കാരണം ഇത് വിവേകാനന്ദപുരം കന്യാകുമാരിയിൽ ആ സൺസെറ്റ് പോയിന്റിൽ നിന്നൊക്കെ കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇവരുടെ റിസപ്ഷൻ ആൻഡ് ഓഫീസ്. ഇവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും അവൈലബിൾ ആണ്. ഇവിടെ റൂമിൻ്റെ പ്രൈസ് വളരെ അട്രാക്റ്റീവാണ് കേട്ടോ. 100 രൂപ മുതൽ 5000 രൂപ വരെയുള്ള റൂംസ് അവൈലബിൾ ആണ്. 5000 രൂപ എന്ന് പറഞ്ഞാൽ കോട്ടേജാണ്. 100 രൂപയുടെ റൂം എന്ന് പറയുമ്പോൾ ബാത്റൂംസ് അറ്റാച്ച്ഡ് അല്ല. കുറച്ച് റൂംസിന് കൂടിയിട്ട് ഒരു ബാത്റൂം. അതിൻ്റെ ഇടയ്ക്ക് 400, 500, 1000, 2000 അങ്ങനെ AC നോൺ AC റൂംസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ബീച്ചിൻ്റെ അവിടേക്ക് എത്തി. ഇനി കന്യാകുമാരി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമുക്കറിയാലോ ശംഖും ഷെല്ലും ഒക്കെ വെച്ചിട്ടുള്ള വാൾ ഹാങ്ങിങ്സ്, ഡെക്കർ ഐറ്റംസ്, അതൊക്കെയാണല്ലോ കന്യാകുമാരിയിലെ ഒരു അട്രാക്ഷൻ. ഞാൻ 3ാമത്തെ തവണയാണ് കന്യാകുമാരിയിൽ വരുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ വന്നത് ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. അന്നൊക്കെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലി ആയിട്ടാണ് താമസിച്ചിരുന്നത്. ഒത്തിരി മെമ്പേഴ്സുള്ള ഫാമിലി ഒന്നിച്ച് ടെമ്പോ ട്രാവലറൊക്കെ ബുക്ക് ചെയ്ത് ഒരു 10-15 ദിവസത്തെ ട്രിപ്പായിട്ടാണ് പോവാം. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പ് പോയത് മൂകാംബികയിലാണ് കേട്ടോ. അപ്പോൾ 2ാമത്തെ ട്രിപ്പ് തിരുവനന്തപുരം, കന്യാകുമാരി, മധുരൈ മീനാക്ഷി അമ്മൻ കോവിൽ വഴി പാമ്പൻ പാലത്തിൽ കൂടെ രാമേശ്വരം. അതായിരുന്നു പ്ലാൻ. ഒരു 10-15 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ ഈ ട്രിപ്പ് എന്ന് പറയുമ്പോൾ കൂടെ ട്രിപ്പൊന്നുമില്ല അന്ന്. ഇന്നത്തെ പോലെ നമ്മൾ 5-6 വർഷം കൂടുമ്പോൾ ഒരിക്കൽ എല്ലാവരും കൂടി പോകണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ പോലെ എപ്പോഴൊന്നും എവിടെയും പോകാത്ത കാരണം ഞങ്ങൾ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരമൊക്കെ കണ്ട് കന്യാകുമാരിയിൽ വന്ന് ബീച്ചിലൊക്കെ അടിച്ച് പൊളിച്ച് നെക്സ്റ്റ് ഡേ ഞങ്ങളും മധുരൈ മീനാക്ഷി അമ്മൻ കോവിലിലേക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ പോകുന്ന വഴി തിരുനെൽവേലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങളുടെ വണ്ടി ആക്സിഡൻ്റായി. അങ്ങനെ 15 ദിവസത്തെ ടൂറിന് പകരം ഞങ്ങൾ 15 ദിവസം അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റലിൽ. ഒരു വീട്ടിലെ മുഴുവൻ ആളുകളും ഒരു ഹോസ്പിറ്റലിൽ 15 ദിവസം കിടക്കുക. അതായിരുന്നു സീൻ. ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം ഞങ്ങൾ കൂടെ തിരുനെൽവേലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രിപ്പ് പോകും. വണ്ടി ആക്സിഡൻ്റ് അവിടെ ആയതുകൊണ്ടേ ഇൻഷുറൻസിൻ്റെ കേസ് അവിടെയാണല്ലോ നടക്കുന്നത്. ടൂർ പോകാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടം അതോടുകൂടി മാറി. കേസ് നടത്താനാണെങ്കിലും തിരുനെൽവേലിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ. ഇതാണ് എൻ്റെ ആദ്യത്തെ കന്യാകുമാരി ഓർമ്മ. 2ാമത്തെ പ്രാവശ്യം ഞാൻ കന്യാകുമാരിയിലേക്ക് വരുന്നത് ഒരു 15 വർഷം മുമ്പാണ് കേട്ടോ. അന്ന് ഇതുപോലെ ബീച്ചിൽ നിൽക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. ആ മഴയുടെ ഇൻറ്റൻസിറ്റി കൂടി വന്ന് അതിഭീകര കാറ്റും അതിശക്തമായ മഴയുമായിട്ട് മാറി. ബീച്ചിൽ അപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി അവിടെയുള്ള കൽമണ്ഡപത്തിലേക്കൊക്കെ ഓടിക്കയറി. പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞ് മഴയൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ റൂമിലേക്ക് പോയി. ആ മഴയും കൊടുങ്കാറ്റും കാരണം അന്ന് മൊത്തം കന്യാകുമാരിയിൽ കറണ്ട് ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ പണ്ട് നടന്ന ദുരന്തങ്ങളെ പറ്റി ഒരു കാര്യമില്ലാണ്ട് ആലോചിച്ചുകൊണ്ട് നിന്ന് ഇന്നത്തെ സൺസെറ്റ് നേരാവണ്ണം കാണാൻ പറ്റാതെ എൻജോയ് ചെയ്യാൻ പറ്റാതെ ഞാനതാ തിരിച്ച് റൂമിലേക്ക് എത്തി.